ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാനുള്ളത്. ഇത് വന്നിട്ട് ഒരു 2 ടയർ കേക്കായിരുന്നു. ഇതിൻ്റെ മേളിൽ വെക്കുന്ന ടയർ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പം താഴത്തെ ടയറാണ്. ഞാൻ അതും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അടിപൊളി റോസൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈനായിരുന്നു കേട്ടോ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഏകദേശം എക്സാക്റ്റ് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഇതിനെപ്പറ്റി പറയാനല്ല ഞാൻ ആക്ച്വലി വന്നിട്ടുള്ളത്, വേറൊരു കേക്ക് ഡെലിവറി പറ്റി പറയാനാട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞാൽ. ഇതുവരെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും 5 വർഷമായി ഞാൻ കേക്ക് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇന്നത്തെ തീയതി വരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഓർഡർ വന്നപ്പം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒരു കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മോനുള്ള ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് രാവിലെ എന്തോ ഇതിന് ഓർഡർ വരുന്നത്. അപ്പം രാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ. എന്നിട്ട് ഞാൻ ആ കസ്റ്റമറിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം റെഡിയാക്കി, കുഞ്ഞിന് ഗിഫ്റ്റെല്ലാം വാങ്ങിച്ച്, അവിടെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്കുള്ള ഗിഫ്റ്റും വാങ്ങിച്ച് കേക്കും റെഡിയാക്കി. ഒരു സ്പൈഡർമാൻ തീം കേക്കായിരുന്നു. അപ്പം അതും ഞാൻ റെഡിയാക്കി. എന്നിട്ട് ഞാനിത് കൊണ്ടുപോയപ്പം അവിടെ മോൻ സ്കൂളിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ മോൻ വരുമ്പോഴത്തേനായിരുന്നു ഈ കേക്കിൻ്റെ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 5 മിനിറ്റ് മുന്നേ ഞങ്ങളവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഇതുപോലെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ കേക്ക് വേണ്ട, ഇവിടെ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും കേക്ക് വേണ്ട എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അങ്ങ് വല്ലാണ്ടായിപ്പോയി. ദൈവമേ, ഇതിപ്പം ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതുപോലെ നമുക്ക് പേയ്മെൻ്റ് ഒന്നും തന്നിട്ടുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം കൂടെ നിന്ന് അവരെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കുഞ്ഞിൻ്റെ കയ്യിൽ വരുമ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു, കുഞ്ഞ് വരാൻ വേണ്ടിയിട്ട്, ആ മോൻ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ മോൻ വന്നപ്പോൾ ഇവർ സ്കൂട്ടറിൽ പോയി ആ മോനെ അകത്ത് കൊണ്ട് കയറ്റി, ഗേറ്റും പൂട്ടി കതവും പൂട്ടി അകത്ത് പോയി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാണ്ടായിപ്പോയൊരു ദിവസമായിരുന്നു ശരിക്കും അത്. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ലല്ലോ. അപ്പം എനിക്കാണ് അതിൽ പ്രശ്നം വന്നിട്ടുള്ളത് മുഴുവനും. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊക്കെയുള്ള പേരൻസിൻ്റെ മക്കളെന്ന് പറയുമ്പം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്തുമാത്രം പ്രഷറാ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നതെന്ന്.